ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിൻ്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്വന്തമാക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു താരമായിരുന്നു ഐക്കർ എന്ന താരം. പക്ഷേ ഈ ഒരു താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരില്ല എന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് FC ഗോവയുടെ മുൻ താരമായ ഐക്കർ എന്ന താരം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ISLയിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് വരില്ല എന്നത് ഉറപ്പാണ് എന്നാണ്. നിലവിൽ ഐക്കറിനെ സ്വന്തമാക്കാൻ വേണ്ടി തന്റെ പഴയ ക്ലബായ FC ഗോവ രംഗത്തുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഐക്കർ എന്ന താരത്തെ ISLയിലെ മറ്റേതെങ്കിലും ക്ലബ്ബ് ടീമിലേക്ക് എത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്ന്. അടുത്തൊരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡയമൻഡോസിനെ കുറിച്ചാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഈ ഒരു താരം ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 10ാം സീസണിലെ ഗോൾ സ്കോർ ടേബിൾ ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണ്. നിലവിൽ ഈ ഒരു 10ാം സീസണിൽ ഇതിനോടകം തന്നെ 2 അസിസ്റ്റും 7 ഗോളുകളും ദിമിത്രോസ് ഡയമൻഡോസ് തന്റെ പേരിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദിമിത്രോസ് ഡയമൻഡോസിന്റെ കോൺട്രാക്ട് ഈ അടുത്ത് അവസാനിക്കുന്നതാണ്. മെയ് 31 വരെയാണ് ദിമിത്രോസ് ഡയമൻഡോസിനും അഡ്രിയാൻ ലൂണക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുമായി കോൺട്രാക്ട് ഉള്ളത്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FC ദിമിത്രോസ് ഡയമൻഡോസിന്റെയും അഡ്രിയാൻ ലൂണയുടെയും കോൺട്രാക്ട് പുതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അടുത്തൊരു വാർത്ത എന്നത് സഹൽ അബ്ദുസമദിനെ കുറിച്ചാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന ക്ലബിൽ നിലവിൽ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ക്ലബിൽ ഗ്രൂപ്പിസവും കളിക്കാർ തമ്മിലുള്ള വാക്ക് തർക്കവും ഉണ്ടെന്ന് ചില കൊൽക്കത്തൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെയെല്ലാം തുടർന്നുകൊണ്ട് ക്ലബ് ഉടമസ്ഥൻ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ചില മോഹൻ ബഗാൻ സൂപ്പർ താരങ്ങളെല്ലാവരും ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീം വിട്ട് പുറത്തേക്ക് പോകുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുൻ സൂപ്പർ താരമായ സഹൽ അബ്ദുസമദിനെ ഒരു വലിയ തുക കൊടുത്തു തന്നെയായിരുന്നു മോഹൻ ബഗാൻ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കുറച്ചു മത്സരങ്ങൾ മികച്ച ഫോമിൽ കളിച്ചിരുന്ന സഹൽ പിന്നീട് പരിക്ക് പറ്റി പുറത്തായിരുന്നു. നിലവിൽ ഇപ്പോൾ മോഹൻ ബഗാൻ ക്യാമ്പിലെ സമ്മർദ്ദങ്ങൾ കാരണം തന്നെ സഹൽ അബ്ദുസമദും കൂടാതെ ചില സൂപ്പർ താരങ്ങളും കൂട്ടപ്പടിയിറക്കത്തിന് സാധ്യത ഉണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനെ തുടർന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.